സൂട്ടോപ്പിയ 2 നവംബർ 26 റിലീസായ ഈ സിനിമ സംവിധാനം ചെയ്തേക്കുന്നത് ജാറഡ് ബുഷ്, ബൈറോൺ ഹോവാർഡ് എന്നിവർ തന്നെയാണ്. സൂട്ടോപ്പിയ 1 ഇവർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് ആണ്. എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ സൂട്ടോപ്പിയ 1 കണ്ട ആൾക്കാർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരിക്കുമെന്ന് ഒരു സംശയവുമില്ല. 2016 1 പാർട്ട് ഇറങ്ങിയത്. അന്ന് എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. പിന്നീട് അത് മറ്റ് ഇതിൽ കണ്ടപ്പോഴാണ് എനിക്കത് ആ സിനിമ ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഞാൻ പൊതുവെ അനിമേറ്റഡ് സിനിമയുടെയൊക്കെ ഒരു ഫാനാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സൂട്ടോപ്പിയ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് 5 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്ലേസ് സൂട്ടോപ്പിയക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ വരുമ്പം റിലീസാകുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കോർ തീം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു ആനിമൽ വേൾഡാണ് അതിനകത്ത് കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ പണ്ട് ബാലരമയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം എന്തോ ഒരു സ്ട്രിപ്പ് പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, മൃഗാധിപത്യം വന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ലൈഫ് കോമിക് ഫുള്ളായിട്ടുള്ളൊരു സിനിമാറ്റിക് വേർഷനാണ്. അതായത് മനുഷ്യർക്ക് പകരം മൃഗങ്ങളാണ് ഈ ലോകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ, മൃഗങ്ങളുടെ ഒരു ലോകമാണെങ്കിൽ ആ ലോകം എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റാണ് അതിനകത്ത് കാണിക്കുന്നുള്ളത്. ഇതിനകത്ത് സൂട്ടോപ്പിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂയോർക്ക് നഗരത്തെ വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ന്യൂയോർക്ക് നഗരത്തിൽ തന്നെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള റേഷ്യൽ മൈനോറിറ്റീസ് ഉണ്ട്. അവിടെ തന്നെ റേഷ്യലായിട്ടുള്ള സെഗ്രിഗേഷനൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. അവിടെ തന്നെ നമുക്കറിയാം ബ്ലാക്സുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, വൈറ്റ്സ് കൂടുതൽ താമസിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ അല്ലാതുള്ള ഹിസ്പാനിക് പോപ്പുലേഷൻ, ഇന്ത്യൻസ്, അങ്ങനെയുള്ളവരെല്ലാം സെഗ്രിഗേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്ക്. പിന്നെ അവരെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് സഹകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു ഡിവിഷനൊക്കെ ഈ സിനിമയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അവർ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ വളരെ ഫിലോസഫിക്കലി ഡെപ്തിൽ പോകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു വൻ വിജയമായി മാറിയത്. ഇപ്പം റിലീസ് ചെയ്തിട്ട് 2 ആഴ്ചയോളം ആയപ്പോൾ തന്നെ ഈ സിനിമ ഓൾമോസ്റ്റ് $1 ബില്യൺ, $100 കോടി അമേരിക്കൻ ഡോളർ ഓൾറെഡി തന്നെ വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേജർ പോർഷൻ വന്നത് ചൈനയിലാണ്. US-നെക്കാട്ടി ഡബിൾ ഹിറ്റാണ് ചൈനയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ $100 മില്യൺ നേടുന്ന ആദ്യത്തെ ഹോളിവുഡ് സിനിമയായിട്ട് സൂട്ടോപ്പിയ മാറി. ചൈനീസ് ആൾക്കാരെല്ലാം അതിനെപ്പറ്റി നല്ല രീതിയിൽ പ്രൊമോഷൻ അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഇതിനെപ്പറ്റി, സൂട്ടോപ്പിയെ പറ്റി വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റിലീസ് ആകുമ്പോൾ തന്നെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എനിക്ക് ഇന്ന് മാത്രമാണ് സിനിമ കാണാൻ പറ്റിയത്. പക്ഷേ തീരെ നിരാശപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, വളരെ നല്ല പ്രസൻറ്റേഷനായിരുന്നു. സൂട്ടോപ്പിയ 1 ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്രയും ഡെപ്തുള്ള അല്ലെങ്കിൽ അത്രയും തിമാറ്റിക്കായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ പൊതുവേ ആൾക്കാർ റിവ്യൂസൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. സൂട്ടോപ്പിയ 1-നെക്കാട്ടി നല്ലതാണെന്ന് പറയുന്നുണ്ട്. ബട്ട് പേഴ്സണലി എനിക്കിപ്പോഴും സൂട്ടോപ്പിയ 1 തന്നെയാണ് എനിക്ക് ഇതായിട്ട് തോന്നിയത്. ഇത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതിനകത്തൊരു മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരു മുയൽ പോലീസിൽ ചേരാൻ ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഒരു പെൺമുയൽ പോലീസിൽ ചേരാൻ ശ്രമിക്കുന്നത്. അതൊരു ഒരു സൊസൈറ്റിയുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ പൊളിച്ചെടുക്കുക, അല്ല സ്ത്രീകൾ എന്നുള്ളത് വളരെ വീക്കാണെന്നൊക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിനെ പൊളിച്ചെടുക്കി അവർ പോലീസിൽ ചേർന്ന ശേഷം മറ്റുള്ള മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ജോബാണല്ലോ പോലീസ്. അപ്പോൾ ആ ഒരു ജോബിൽ വന്നിട്ട് അവർ ശോഭിക്കുന്നതും ആ സിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു കോൺസ്പിറസി തകർക്കുന്നതും അതിനെ തുടർന്ന് അവർക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നതുമാണ് ആ സിനിമയിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ മുയലിൻ്റെ കൂടെ ഒരു ഫോക്സിനെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഇതിനകത്ത് ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഫോക്സ് ആദ്യത്തെ സിനിമയിലും ഫോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അവർ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം ആ സിറ്റിയിൽ നടക്കുന്ന ഒരു ലാൻഡ് ഗ്രാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെപ്റ്റൈൽ സ്നേക്കിനെ ഇതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സൂട്ടോപ്പിയ 2 എന്ന് വരുമ്പോൾ 2 നമ്പറിൽ എഴുതി കാണിക്കുന്നത്. ആ ഒരു സ്നേക്കിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ മൂവിയിൽ വളരെ നല്ല രീതിയിൽ എലമെൻറ്റ്സ് എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. മൈക്കൽ ഗിയക്കിനോ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വക്ക വക്ക പാടിയ ഷക്കീരയുടെ വളരെ മികച്ച ഒരു പാട്ട് ഇതിനകത്തുണ്ട്. സൂ എന്ന് പറഞ്ഞൊരു പാട്ട് ഇതിനകത്തുണ്ട്. അതും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂട്ടോപ്പിയ 1-ലും ഷക്കീരയുടെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. അതും വളരെ എൻജോയബിളാണ്. പൊതുവേ സൗണ്ട് ട്രാക്ക്
ആ സിനിമയെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. സൂട്ടോപ്പിയ 1 വെച്ച് നോക്കുമ്പോൾ ഇത് 3D മൂവിയാണ് ഞാൻ കണ്ടത്. 3D മൂവി ഹൈലി ഇമ്മേഴ്സീവ് ആണ്. നല്ല രീതിയിൽ എഫക്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിലത്തെ ബെസ്റ്റ് 3D എഫക്റ്റ് കിട്ടിയ ഒരു സിനിമ കൂടിയാണ് സൂട്ടോപ്പിയ 2. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ 3Dയിൽ തന്നെ കാണുക. 3Dയിൽ തന്നെ കാണുക. നല്ല തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ആ ഒരു വേൾഡിനകത്ത് നമ്മൾ ശരിക്കും ഇമ്മേഴ്സ് ആവും. ഇതിൽ പിന്നെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൽ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ആ മെയിൻ കഥാപാത്രങ്ങൾ തമ്മിൽ നിക്കും ജൂഡിയും തമ്മിലുള്ള ഡൈനാമിക്സ് വളരെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സീനിൽ അവർ തമ്മിൽ ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ആയിട്ട് നടത്തുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പം അതൊരു റിലേഷൻഷിപ്പുകളിൽ ഉള്ള ആൾക്കാർക്ക് അവർ ഇപ്പം എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പുകളായാലും നമ്മൾ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ ഒരു സീക്വൻസ്. അത് നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം അനിമൽസ് ആണത് ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഒരു സിംബോളിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആ സിനിമയിൽ നല്ല രീതിയിൽ വന്നത് കാരണം ആ ഒരു സീന് ആൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും അത് കണക്റ്റ് ആവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വോയിസ് ആർട്ടിസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗിനിഫർ ഗുഡിൻ ആണ് ഇതിൻ്റെ ആ ഒരു ജൂഡി എന്നുള്ള കഥാപാത്രം ചെയ്തത്. അതിനുശേഷം ജേസൺ ബേറ്റ്മാൻ നിക്കിൻ്റെ കഥാപാത്രം ചെയ്തു. പിന്നെ വളരെ വലിയൊരു വോയിസ് കാസ്റ്റ് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. എല്ലാം വളരെ ആപ്റ്റാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഹൈലി എവിഡൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കമൻട്രി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റേറിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ആനിമൽസ് ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ ഗൂഗിളിന് പകരം സൂഗിൾ എന്നാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ യൂബറിന് പകരം സൂബർ. അങ്ങനെ ഒത്തിരിയും സാധനങ്ങൾ, അത് എടുത്തു പറഞ്ഞ ഒരു ലിസ്റ്റ് തന്നെ സാധനങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ ഐറോണിക് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് തീരെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ടെല്ലറായിട്ട് ഇരിക്കുന്ന ഒരു സ്ലോത്ത് ഉണ്ട്. സ്ലോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ നീങ്ങുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ പേര് ഫ്ലാഷ് എന്നാണ്. ഫ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന എക്സ്മെനകത്തുള്ള ഒരു കഥാപാത്രമാണ് ഫ്ലാഷ്. അപ്പോൾ ആ ഫ്ലാഷ് എന്നുള്ള പേരെടുത്തിട്ട് സ്ലോത്തിന് കൊടുക്കുന്ന വഴി അത്രയും ഒരു ഐറോണിക് ആയിട്ടുള്ള ഒരു ചിരി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെ നമ്മുടെ ബ്യൂറോക്രാറ്റിക് ഗവൺമെൻറ് ഒരു ബാങ്ക് പോലൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു സ്ലോത്തിനെ കൊണ്ട് വെക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ സോഷ്യൽ ക്രിട്ടിക്കാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഒത്തിരിയും കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് കണ്ട് ചിരിച്ച് രസിക്കാം. മുതിർന്ന ആൾക്കാർക്ക്, ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കും ഇതിനകത്ത് വളരെ നല്ല രീതിയിലുള്ള എലമെൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പോപ്പ് കൾച്ചർ റെഫറൻസുകളൊക്കെ ഇതിനകത്ത് ക്ലൈമാക്സ് നടക്കുമ്പോൾ ഒരു മെയ്സ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഷൈനിങ്ങിനകത്തു നിന്നുള്ള ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പാർട്ടിലെ വില്ലനായിട്ടുള്ള ഒരു ഷീപ്പുണ്ട്. ആ ഷീപ്പിനെ ഒരു നമ്മുടെ ഹാനിബൽ ലെക്ടറിനെ താമസിപ്പിച്ച പോലത്തുള്ള ഒരു പ്രിസൺ സെല്ലിൽ താമസിക്കും. സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന് പറയുമ്പോൾ അതൊരു പൺ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ത്രൂ ഔട്ട് ചിരിക്കാൻ, അതിനകത്തുള്ള ഡയലോഗ് കോമഡി മാത്രമല്ല, അതിനകത്ത് ഓരോ സീനിനകത്തുള്ള ചെറിയ ഡീറ്റെയിലിംഗ് പോലും നമുക്ക് ചിരിക്കാൻ. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ നമ്മൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സൂട്ടോപ്പിയയിലുള്ള മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ക്യാരറ്റിൻ്റെ ഐഫോണാണ്. അത് ക്യാരറ്റിൻ്റെ ഒരു സൈഡ് കടിച്ച ലോഗോയാണ്. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ചിരി വന്നു. അപ്പോൾ അങ്ങനത്തുള്ള ഒത്തിരിയും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ മുതിർന്നവർക്ക് ചിരിക്കാൻ വേണ്ടി ഉള്ളപ്പോൾ അതിൻ്റെ ആക്ട് വഴി അതിനകത്തുള്ള കോമഡിക് ടൈമിങ്, കോമഡിക് എലമെൻറ്റ്സ്, ഫിസിക്കൽ സ്ലാപ്സ്റ്റിക് കോമഡികൾ വഴി കുട്ടികൾക്ക് ചിരിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസാണ്, അനിമേറ്റഡ് മൂവീസ് ഈ വർഷം ഇറങ്ങി. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഹിറ്റായത്. എല്ലാവരും പോയി കാണുക. താങ്ക് യു.